ഇത് അനിത്ത് ഡയറക്റ്റ് ചെയ്ത് നമ്മൾ കുറച്ച് കലാകാരന്മാരാണെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ ഇവിടെ വന്ന് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഇതിലുള്ള എല്ലാ ഫ്ലോസും നിങ്ങൾ എന്താ പറയേണ്ടത്, ദയവ് ചെയ്ത് ക്ഷമിക്കുക, നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യുക. കിഡ്സ് പ്ലീസ് ബി സൈലൻറ്റ് ആൻഡ് ഗെറ്റ് റെഡി ഫോർ ദിസ് പെർഫോമൻസ്. താങ്ക് യു. പ്രേമം, ഇഷ്ടം, അനുരാഗം, പ്രണയം, എത്രയെത്ര വാക്കുകളാണ് രണ്ടുപേരുടെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ മലയാളി ഉപയോഗിക്കുന്നത്. പ്രണയം നമ്മളെ നമ്മളല്ലാതാക്കുന്നു, അകന്നു നിൽക്കുമ്പോൾ ആകർഷിക്കുന്ന, അടുക്കും തോറും അടിമപ്പെടുത്തുന്ന ഒരുതരം ലഹരി. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നത് ശരീരത്തിന് ഭക്ഷണവും വെള്ളവും എന്നതുപോലെ മനുഷ്യ മനസ്സിലുള്ള ഊർജമാണ്. പ്രണയം കാലത്തിനതീതമായി തുടരുന്ന ഹൃദയമർമ്മരങ്ങൾ കോർത്തിണക്കിയ സംഗീതം പോലെയാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രണയം തോന്നാത്തവരായി ആരെങ്കിലുമുണ്ടോ? ഇന്നിവിടെ നിങ്ങൾക്കായി സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, അനുരാഗത്തോടെ, പ്രണയത്തോടെ നിങ്ങളുടെ പ്രിയതാരങ്ങൾ അവതരിപ്പിക്കുന്നു പ്രേമം. പ്രണയം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. സമുദ്രത്തിൽ പാലം നിർമ്മിച്ച് രാവണനെ വധിച്ച് പ്രണയിനിയെ വീണ്ടെടുത്ത രാമനും, രാവണന്റെ കോട്ടയിലെ സകല സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് രാമന്റെ വരവിനായി അശോകമരച്ചുവട്ടിൽ കാത്തിരുന്ന സീതയും, സീതയുടെ മനസ്സ് മാറാനായി മരണം വരെ കാത്തിരുന്ന രാവണനും പുരാണത്തിലെ പ്രണയ കഥാപാത്രങ്ങളാണ്. ഇന്നിവിടെ പുരാണത്തിൽ നിന്നുള്ള മറ്റ് 2 പ്രണയ ജോഡികൾ ഇതാ നിങ്ങൾക്ക് മുൻപിൽ. കൊടുക്കുവാൻ സമൃദ്ധമായി സ്നേഹം എൻ്റെ പക്കലുണ്ടായിരുന്നു. പക്ഷേ സ്വീകരിക്കുവാൻ തയ്യാറായി ആരും മുൻപോട്ട് വന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടി എഴുതിയതാണ്. നിങ്ങളുടെ കൗമാരത്തിലെ, യൗവനത്തിലെ പറയാത്ത, തുറന്നു പറഞ്ഞിട്ടും നിരസിക്കപ്പെട്ട പ്രണയങ്ങൾ. ഭൂരിഭാഗം പ്രണയങ്ങളും ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും. വൺ സൈഡ്
ലവ്. പ്രണയത്തിൻ്റെ മറ്റൊരു ഭാവം നിങ്ങൾക്കായി. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, തീർന്നില്ല. പിന്നെ ഇത്രയല്ലേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ? കേക്കണം. കേൾക്കണോ? ആ. ഓഹോ, ഈ മനുഷ്യന് നാണമില്ലേ? കവിതയുമായി എന്റെ ഗാഥ നിന്റെ ചൊടിയിൽ വിരിയും അലരിനാളികൾ മധുനുകരും. ഇതെന്തൊരു ശല്യ! മിക്ക പ്രണയങ്ങളിലും പ്രണയിക്കുന്നവർക്ക് പുറമേ കുറച്ച് കഥാപാത്രങ്ങൾ കൂടി ഉണ്ടാകും. കുറേ കൂട്ടുകാർ. മനസ്സിൽ തോന്നിയ ഇഷ്ടം മറ്റാരെയും അറിയിക്കുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക നമ്മളുടെ സുഹൃത്തുക്കളോടായിരിക്കും. പലപ്പോഴും ഇവരാണ് പ്രേമത്തിൻ്റെ ശക്തി. എന്നാൽ ഈ കൂട്ടർ തന്നെ ഇതിന് പാരയുമാകാറുണ്ട്. അങ്ങനെ നല്ലതിനും ചീത്തയുമൊക്കെ കൂടെ നിൽക്കുന്ന കുറച്ച് കൂട്ടുകാരെ നമുക്ക് കാണാം. കുണുക്ക് പെൺമണിയെ ഞുണുക്ക് വിദ്യകളാൽ മാടപ്ര പിട പോലെ കുരുക്കി. കുണുക്ക് പെൺമണിയെ ഞുണുക്ക് വിദ്യകളാൽ മാടപ്ര പിട പോലെ കുരുക്കിലാക്കണം. തുടുത്ത പൂങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞില്ലടാ. പൊട്ടപ്പെട്ട നോക്കടാ. തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞു തരില്ല. നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് മതി. പിച്ചിയും തെച്ചിയും ചൂടി കൊച്ചമ്മിണി പെണ്ണ് വന്നാൽ തക്കിളി കിക്കിളി കൂട്ടി തകിടി കാട്ടേണം. കുണുക്ക് പെൺമണിയെ നുണുക്ക് വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. നിങ്ങളിൽ എത്ര പേർ പ്രണയം ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്? കാണാതിരിക്കുമ്പോൾ അവനെ അഥവാ അവളെ കാണണമെന്ന് തോന്നിയിട്ടില്ലേ? കാണുമ്പോൾ നെഞ്ചോട് ചേർക്കണം എന്ന് തോന്നിയിട്ടില്ലേ? അവളുടെ കണ്ണുകൾ തിളങ്ങുമ്പോൾ നിങ്ങളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടരാറില്ലേ? അവൾ പിണങ്ങുമ്പോൾ ഈ ലോകം തന്നെ ശൂന്യമായി തോന്നാറില്ലേ? ഞാനല്പം പൈങ്കിളിയായോ? അതെ, യഥാർത്ഥ പ്രേമം അത് കുറച്ചധികം പൈങ്കിളിയാണ്. നിങ്ങൾക്കായി പ്രണയം നിറഞ്ഞു തുളുമ്പുന്ന ചില നിമിഷങ്ങൾ. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം തൂമേളം മണിച്ചേലോലും മോലെ ഞാലി ഇനി കാത്തുമ്പി പെണ്ണാൾക്ക് താലിയും കൊണ്ടേ വായു. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം.
നഷ്ടപ്രണയം. അത് ഇലകൾ പൊഴിഞ്ഞ ശിശിരത്തിലെ മരങ്ങൾ പോലെയാണ്. പ്രണയം നഷ്ടപ്പെട്ട മനസ്സ് അത് വിഷാദം നിറഞ്ഞ ശൈത്യകാലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. നെഞ്ചിൽ ഒരു നീറ്റൽ അവശേഷിപ്പിക്കാതെ ഒരു പ്രണയവും മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. വിരഹത്തിൻ തീച്ചൂളയിലൂടെ നമ്മളിൽ ചിലരെങ്കിലും കടന്നുപോയിട്ടുണ്ടാകും. ആ വേദനയുടെ, നഷ്ടബോധത്തിൻ്റെ, നിരാശയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ. മധുരം ഉള്ളി തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ മാനസമൈനേ വരൂ. കുട്ടിക്കാലം മുതൽ കേട്ടുപരിചയമുള്ള അല്ലെങ്കിൽ വായിച്ചറിഞ്ഞ ഫെയറി ടെയിൽസ് എല്ലാം അവസാനിക്കുന്നത് ഈ വരികളിലാണ്. ഏതൊരു പരിശുദ്ധ പ്രണയവും മുൻപ് പറഞ്ഞ വിവിധ ഭാവങ്ങളിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പറയാം, ആൻഡ് ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. രാവും പകലും, ഇരുളും വെളിച്ചവും മാറി മാറി നിഴലിക്കും. പക്ഷേ നിത്യജീവിതത്തിൽ ഒന്നു മാത്രം മാറ്റമില്ലാതെ തുടരും: പരിശുദ്ധ സ്നേഹത്തിൻ മന്ദഹാസം. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम, तुझे देखा तो ये जाना सनम. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम, तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम. अब यहाँ से कहाँ जाएं हम, तेरी बाहों में मर जाएं हम. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम, अब यहाँ से कहाँ जाए हम, तेरी बाहों में मर जाए हम. तुझे देखा तो ये जाना सनम. പ്രണയം എന്ന് കേട്ടാൽ മലയാളികൾ മിക്കപ്പോഴും ചിന്തിക്കുന്ന ഒരു പേരുണ്ട്: കൃഷ്ണൻ. അവൻ ആളൊരു കൃഷ്ണനാണെന്ന് പറയാറില്ലേ? ഇതേ കൃഷ്ണന്റെ അനുഗ്രഹമാണ് തങ്ങളുടെ പ്രണയ സാഫല്യത്തിനായി കവിതാക്കൾ തേടുന്നത്. ഇതാ നിങ്ങൾക്കായി ഇനി ഒരു കൃഷ്ണലീല. കൃഷ്ണ, എന്റെ സ്വന്തം ഗുരുവായൂരപ്പ,
മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരി മാധവിക്കുട്ടിയുടെ 2 വാചകങ്ങളിലൂടെ ഈ പ്രേമോപഹാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായി തന്നെ കിട്ടണം. ഉള്ളിൽ സ്നേഹമുണ്ട്, അത് പ്രകടിപ്പിക്കാനാവില്ല എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രണയപൂർവമായ ഒരു ജീവിതം ആശംസിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ പ്രണയം നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പ്രകടിപ്പിക്കുക. അപ്പോൾ എല്ലാവരും പ്രേമിക്കൂ, പ്രേമിക്കൂ, പ്രേമിച്ചുകൊണ്ടേയിരിക്കും.